ശ്ലീഹ മൂന്നാം തിങ്കൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 30 മുതൽ 36 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. അടയാളങ്ങളിലേക്ക് നയിക്കുന്ന അത്ഭുതങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ അപ്പം വർദ്ധിപ്പിക്കുന്നതും വെള്ളത്തിനു മീതെ നടക്കുന്നതുമായ 2 അത്ഭുതങ്ങൾ നാം കാണുന്നു. തുടർന്ന് ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണത്തിൽ അധ്യായം അവസാനിക്കുന്നു. മനുഷ്യന് താൽക്കാലിക സംതൃപ്തി നൽകുന്നവ മാത്രമാണ് അത്ഭുതങ്ങൾ. എന്നാൽ ആത്യന്തിക സംതൃപ്തി നൽകുന്നത് അനശ്വര ജീവിതത്തിന് ഉപകരിക്കുന്ന കാര്യങ്ങളിൽ വ്യാപരിക്കുമ്പോഴാണ്. അതിനാൽ അത്ഭുതങ്ങൾ അനശ്വര ജീവനിലേക്ക് നയിക്കുന്ന അടയാളങ്ങളായി മാറണം. 5 അപ്പത്തെയും 2 കഷണം മീനിനെയും 5000-ഓളം വരുന്ന പേർക്ക് വിതരണം ചെയ്ത ശേഷം 12 കുട്ട നിറയെ ശേഷിച്ചു. ദൈവം നൽകുന്ന സമർത്ഥമായ കൃപയെക്കുറിച്ച് ഇത് സൂചിപ്പിക്കുന്നു. കൃപ എന്ന ദൈവത്തിന്റെ ദാനമാണ്, മനുഷ്യന് നൽകാൻ കഴിയുന്നതല്ല. പക്ഷേ വയറ് നിറയെ ഭക്ഷിക്കുന്നതിനെ കുറിച്ചതുകൊണ്ട് മാത്രമാണ് ജനം അവനെ സമീപിക്കുന്നത്. അസ്വാഭാവികമായ ഈ കഴിവിൽ ഭ്രമിച്ച് അവർ അവനെ പിടിച്ച് രാജാവാക്കാൻ ആഗ്രഹിച്ചത് സ്വാഭാവികം മാത്രം. തുടർന്ന് വെള്ളത്തിനു മീതെ നടന്നുകൊണ്ട് പ്രകൃതിയുടെ മേലുള്ള അവന്റെ അധികാരം പ്രകടമാക്കുന്നത് അവനിലെ ദൈവത്വത്തെ വെളിവാക്കപ്പെടുന്ന പ്രവൃത്തിയാണെന്ന് വിശ്വസിക്കാൻ ആ ജനത്തിന് കഴിഞ്ഞില്ല. ശൂന്യമായ ആകാശത്ത് നിന്ന് മന്ന പെയ്ച്ച് താൽക്കാലികമായ അവരുടെ പിതാക്കന്മാരുടെ ജീവൻ നിലനിർത്തിയത് മനുഷ്യപുത്രൻ നൽകുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാനും പിതാവ് അയച്ച അവനിൽ വിശ്വസിക്കാനും വേണ്ടിയാണ്. അങ്ങനെ ദൈവഹിതം നിറവേറ്റപ്പെടുമ്പോഴാണ് മന്ന സംഭവം പരിപൂർത്തി